ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ എൻട്രീസ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രീസ് ആണ്. നോക്കാം. ബൈബാക്ക് നടത്തുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാവാം, മറ്റൊന്ന് ഫ്രീ റിസർവിൽ നിന്നാവാം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എന്ത് ജേണൽ എൻട്രിയാണ് എഴുതുക എന്നുള്ളതാണ്. നോക്കാം. If the company issue fresh securities for the purpose of buyback. ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് കമ്പനി ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അത് പ്രിഫറൻസ് ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, എന്തോ ആവാം. പുതിയ ഇക്വിറ്റി ഷെയറോ പുതിയ പ്രിഫറൻസ് ഷെയറോ പുതിയ ഡിബഞ്ചറോ ഇതെല്ലാം ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക? അപ്രോപ്രിയേറ്റ് എൻട്രീസ് ആർ പാസ്ഡ് എന്നാണ് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്രോപ്രിയേറ്റ് എൻട്രീസ് ആർ പാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിബഞ്ചറിൻ്റെ കേസിലും പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലും ഒക്കെ നമ്മളിത് പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് അപ്രോപ്രിയേറ്റ് എൻട്രീസ് ആർ പാസ്ഡ്. ഒരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? ഇൻ ദ കേസ് ഓഫ് എ പ്രിഫറൻസ് ഷെയർ, ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. അതിൻ്റെ താഴെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിയുടെ കയ്യിലുള്ളത് ഇപ്പോൾ ബൈബാക്ക് നടത്താനുള്ളത് 1 lakh rupees ഇക്വിറ്റി ഷെയർ ആണെന്ന് വിചാരിക്കുക. 1 lakh rupees ഇക്വിറ്റി ഷെയർ ആണ് കമ്പനി ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ 1 lakh rupees ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 1 lakh rupees പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണം. നോക്കുക. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു 1 lakh rupees ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh rupees അതായി. അപ്പോൾ 1 lakh rupees ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 1 lakh rupees ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്താം. ഇതാണ് അപ്രോപ്രിയേറ്റ് എൻട്രീസ് ആർ പാസ്ഡ്. ഇൻ കേസ് ഓഫ് എ ഡിബഞ്ചറിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. നോക്കുക. അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, 1 lakh rupees ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? പാർ ആവാം, പ്രീമിയം ആവാം, ഡിസ്കൗണ്ട് ആവാം, ഇങ്ങനെയൊക്കെ ആവാം അല്ലേ? ഇനിയിപ്പോൾ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണ്ടേ? ഇനി ഡിസ്കൗണ്ടിനാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ലേ? ഡിസ്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്രീമിയം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യണം. അപ്രോപ്രിയേറ്റ് എൻട്രീസ് എന്ന് പറയുമ്പോൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അപ്പോഴും എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ഡിബഞ്ചർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അവിടെ പ്രീമിയം വരുന്നുണ്ടെങ്കിൽ പ്രീമിയത്തെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ആണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ദെൻ അവിടെ നമ്മൾ നോർമൽ കേസിൽ അറിയേണ്ടതാണ് പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിനാവാം, പ്രീമിയത്തിനാവാം, ഡിസ്കൗണ്ടിനാവാം. ഇവിടെ ബൈബാക്ക് നടത്തുന്നതും പാറിനാവാം, പ്രീമിയത്തിനാവാം, ഡിസ്കൗണ്ടിനാവാം. നേരത്തെ നമ്മൾ പഠിച്ച പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലും ഡിബഞ്ചറിൻ്റെ കേസിലും ബൈബാക്ക് നടത്തുന്നത് പാറും പ്രീമിയം മാത്രമേ ഉള്ളൂ, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട് എന്തിനും ആവാം. പക്ഷേ ബൈബാക്ക് നടത്തുന്നത് പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ പാറും പ്രീമിയം മാത്രമേ ഉള്ളൂ. ഡിബഞ്ചറിൻ്റെ കേസിലും പാറും പ്രീമിയം മാത്രമേ ഉള്ളൂ, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബൈബാക്ക് നടത്തുന്നത് പാറാവാം, പ്രീമിയം ആവാം, ഡിസ്കൗണ്ടും ആവാം. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇവിടെ ഇഷ്യൂ ചെയ്യും. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോഴും പാറും പ്രീമിയം ഡിസ്കൗണ്ടും ആവാം, ബൈബാക്ക് നടത്തുന്നതും പാറും പ്രീമിയം ഡിസ്കൗണ്ടും ആവാം എന്നർത്ഥം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി എന്താണോ അത് നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് രണ്ടാമത്തെ കേസ്. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ ഇതാണ്. ഇനി നോക്കുക. ഇഫ് ദ ബൈബാക്ക് ഓഫ് ഷെയർസ് ഫ്രം ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം. ഇനി രണ്ടാമത്തെ കേസ് ഫ്രീ റിസർവിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് പണം എടുത്തുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എൻട്രി എന്താ വരിക? അവിടെ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഏത് റിസർവ് ആണോ ആ റിസർവ് ആദ്യം എഴുതണം, ഡെബിറ്റ് ചെയ്യണം. ജനറൽ റിസർവ് എന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട് അല്ലേ? ഇപ്പോൾ ജനറൽ കൊടുത്ത് നോക്കിക്കേ. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ഏത് ഫ്രീ റിസർവ് ആണെങ്കിലും
അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി കൊടുക്കുമ്പോൾ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കൊടുത്താൽ മതി. ഏത് റിസർവ് ആണെങ്കിലും അവിടെ അത് എഴുതണം. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ. ആ റിസർവിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയത്തെ ഡെബിറ്റ് ചെയ്തു ടു CRR അക്കൗണ്ട്. ആ ഫേസ് വാല്യൂ എത്ര രൂപയുടെ ബൈബാക്ക് ആണ് നടത്തുന്നത്, ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ എങ്ങോട്ട് മാറ്റണം, CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ 1 lakh റുപ്പീസിൻ്റെ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് ഒരു 50,000 രൂപ എടുത്തു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മളൊരു 25,000 രൂപ എടുത്തു. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ഒരു 25,000 രൂപ എടുത്തു. ഓക്കെ, അപ്പോൾ 50,000, 25,000 എത്രയായി, 1 lakh റുപ്പീസായി. എന്നിട്ട് അതെന്ത് ചെയ്യുക, CRR അക്കൗണ്ടിലേക്ക് ആ 1 lakh റുപ്പീസിനെ മാറ്റുക. എന്നിട്ട് നമ്മൾ ബൈബാക്ക് നടത്തും. ഇതാണ് ഫ്രീ റിസർവിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ 2 ജേണൽ എൻട്രി ആയ, ഒന്ന് ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ ഏത് ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെയ്തു. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്രീ റിസർവിൽ നിന്നാണെങ്കിൽ ഏത് റിസർവ് ആണോ ആ റിസർവിനെ ഡെബിറ്റ് ചെയ്യും, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്. ഓക്കെ, ദെൻ ഈ 2 ജനറൽ കേസ്, അതായത് ബൈബാക്ക് നടത്തുന്നുണ്ടെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ആവാം, അതല്ലെങ്കിൽ ബൈബാക്ക് പിന്നെ റിസർവ് ആവാം. ഇനി നമ്മൾ ബൈബാക്ക് നടത്തുന്ന ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. നോക്കാം, ബൈബാക്ക് നടത്തുന്നത് നമ്മൾ പറഞ്ഞു 3 രീതിയിലാവാം, പാർ ആവാം, പ്രീമിയം ആവാം, ഡിസ്കൗണ്ട് ആവാം. നോക്കാം, ഫസ്റ്റ് ജേണൽ എൻട്രി ഫോർ ബൈബാക്ക് അറ്റ് പാറിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ജേണൽ എൻട്രി എന്താ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയപ്പോൾ എന്തായിരുന്നു ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ നോക്കിക്കേ, എന്താ എഴുതിയിരുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ബൈബാക്ക് നടത്തുമ്പോൾ വരിക അല്ലേ. ഫ്രഷ് ഇഷ്യൂ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. ബൈബാക്ക് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അപ്പം നേരത്തെ ഫ്രഷ് ഇഷ്യൂ നടത്തിയതിൻ്റെ നേരെ റിവേഴ്സ് ജേണൽ എൻട്രി എഴുതിയാൽ മതി ബൈബാക്ക് നടത്തുമ്പോൾ. ഫ്രഷ് ഇഷ്യൂ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. ബൈബാക്ക് നടത്തുക എന്ന് കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ എന്താ ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. തിരിച്ച് വാങ്ങിക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, നേരെ തിരിച്ചു വരും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ജേണൽ എൻട്രി, ബൈബാക്ക് അറ്റ് പാർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എന്ത് ഷെയർ ആണോ അതപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് എഴുതണം. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, എന്ത് ഷെയർ ആണ് നമുക്ക് ബൈബാക്ക് നടത്താനുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ വെറും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതിയത്. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതിൻ്റെ നേരെ റിവേഴ്സ് ജേണൽ എൻട്രി ആണെന്ന് ഓർത്താൽ മതി. തിരിച്ച് ഇങ്ങോട്ട് വാങ്ങിക്കുവാണ്. ഇങ്ങോട്ട് വാങ്ങിക്കുമ്പം നമ്മളെന്താ ചെയ്യുക, ഇങ്ങോട്ട് നമ്മളൊരു ഷെയർ ഹോൾഡർ എത്തുന്ന അയാളുടെ ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ അയാൾക്ക് പണം അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, വാട്ട് ഗോസ് ഔട്ട്, എന്താണോ പോകുന്നത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അങ്ങോട്ട് പോവുകയാണ് അല്ലേ, ക്യാഷ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ബാങ്കിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, വാട്ട് കംസ് ഇൻ, എന്താണ് ഇങ്ങോട്ട് വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. നമ്മൾ ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്, അപ്പോൾ ഷെയറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അയാളുടെ കയ്യിൽ നിന്ന് ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, അപ്പോൾ ഷെയർ ഇങ്ങോട്ട് വരുന്നു, ക്യാഷ് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഷെയർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ആണ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്നു, അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അങ്ങോട്ട് പോകുന്നു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ എന്ത് ചെയ്യും, ക്രെഡിറ്റും ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ജേണൽ എൻട്രി ബൈബാക്ക് അറ്റ് പ്രീമിയം. ഇനി പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ പ്രീമിയത്തെ എന്ത് ചെയ്യണം, ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ എന്താ ചെയ്യുക, പ്രീമിയത്തെ ക്രെഡിറ്റ് ചെയ്തിരുന്നു അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അല്ലേ. അവിടെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തെ ക്രെഡിറ്റ് ചെയ്തിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, ബൈബാക്ക് നടത്തുവാണ്. അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി നോക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി ഫ്രീ റിസർവിൽ നിന്നാണ് പ്രീമിയം കൊടുക്കുന്നതെങ്കിൽ എന്ത് വേണം, ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ പ്രീമിയത്തിനാകുമ്പോൾ ഇതാണ് ജേണൽ എൻട്രി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ. സെക്യൂരിറ്റി പ്രീമിയത്തിൽ പണമില്ല എങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് എടുക്കും, അതുകൊണ്ടാണ് ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് പ്രീമിയത്തിനാകുമ്പോൾ.
ഇനി ഡിസ്കൗണ്ടിനാകുമ്പം ബാലൻസ് നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എങ്ങോട്ട് മാറ്റും എന്നാണ് പറഞ്ഞത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇതിവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. നോക്കുക, ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു റിസർവ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് ഒരു പുതിയ ഷെയർ ഇഷ്യൂ എങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക, ഇക്വിറ്റി ഷെയർ, നമ്മൾ പുതിയൊരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ആണ്. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ എങ്കിൽ ജേണൽ എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയല്ലേ വരിക. ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ബൈബാക്ക് ആണ് കൊടുത്തത്, ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്, ഇഷ്യൂ ചെയ്യല്ല വാങ്ങിക്കുകയാണ്, ബൈബാക്ക് നടത്തുകയാണ്, തിരിച്ചു വാങ്ങിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഡിസ്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് എന്നുള്ള പേരിലല്ല, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നുള്ള പേരിലാണ്. അപ്പോൾ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇങ്ങനെ ബൈബാക്ക് 3 രീതിയിലാണുള്ളത്, പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി ഒരു 2 ജേണൽ എൻട്രിയും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ബൈബാക്ക് നടത്തുമ്പം എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കാം. എന്തെങ്കിലും തരത്തിൽ നമുക്കിപ്പോൾ ബൈബാക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ് അടുത്തത്. നോക്കാം. ഫോർ ബൈബാക്ക് എക്സ്പെൻസസ് ഇൻക്വേർഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബൈബാക്ക് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് വരുവാണെങ്കിൽ ആ അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസിനെ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇഫ് എനി എക്സ്പെൻസസ് ഇൻക്വേർഡ് അറ്റ് ദ ടൈം ഓഫ് ബൈബാക്ക് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡീഷണൽ എക്സ്പെൻസ് വരുവാണെങ്കിൽ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഈ ബൈബാക്ക് എക്സ്പെൻസസിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ ആ ജേണൽ എൻട്രിയാണ് 7ാമത്തേത്. ബൈബാക്ക് എക്സ്പെൻസസ് വിൽ ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ടു. ബൈബാക്ക് എക്സ്പെൻസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫേർഡ് ടു, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ഓർ അതർ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്കാണ് കോമൺ ആയിട്ട് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ഓർ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ടിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമുക്കറിയാലോ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നമ്മൾ സാധാരണ രീതിയിൽ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഇതല്ലേ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് രേഖപ്പെടുത്തുക. എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നോക്കുക നിങ്ങൾ, സാലറി അല്ലേ, വേജ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇൻഷുറൻസ് പെയ്ഡ് അല്ലേ, ഇങ്ങനെ തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഇങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ ഇവിടെ ഒരു എക്സ്പെൻസാണ്, ബൈബാക്ക് നടത്തുന്നതിന് എക്സ്പെൻസ് വന്നതാണ്. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എഴുതി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട്. ഇങ്ങനെ 7 ജേണൽ എൻട്രിയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ജേണൽ എൻട്രി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജേണൽ എൻട്രീസ് നിങ്ങൾ ഓർക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബൈബാക്ക് നടത്തുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ജേണൽ എൻട്രി എഴുതണം. അപ്പോൾ എന്ത് ഷെയർ ആണോ ഇഷ്യൂ ചെയ്യുന്നത് നോക്കുക, ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് അത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയത്തെ അവിടെ ക്രെഡിറ്റ് ചെയ്യും. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, ദെൻ ഫ്രീ റിസർവിൽ നിന്നാണെങ്കിൽ ആ ഫ്രീ റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, CRR അക്കൗണ്ടിലേക്ക് ഫ്രീ റിസർവിന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്. ദെൻ പിന്നെ ബൈബാക്ക് നടത്തുന്നത് പാറാണോ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ നോക്കും. അപ്പം ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതിൻ്റെ നേരെ റിവേഴ്സ് ജേണൽ എൻട്രി ആണ് ബൈബാക്ക് നടത്തുമ്പോൾ എഴുതുക. ദെൻ ബൈബാക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ജേണൽ എൻട്രി, ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ദെൻ അത് ക്ലോസ് ചെയ്യുമ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട്.
ഇത്രയും ജേണൽ എൻട്രീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് എല്ലാ പ്രോബ്ലവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. തിയറി പാർട്ട് ഇത്രയേ വരുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലമാണ് ഈ ജേണൽ എൻട്രീസ് വെച്ചുകൊണ്ടുള്ള ഈ 7 ജേണൽ എൻട്രീസ് വെച്ചുകൊണ്ടുള്ള ഒരു 3-4 പ്രോബ്ലം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ താഴെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.